രാജ്യത്തെ ഞെട്ടിച്ച മലേഗാവ് ഭീകരാക്രമണ കേസിൽ ബി.ജെ.പി. മുൻ എം.പി. പ്രഗ്യാ സിംഗ് താക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് രാജ് പുരോഹിത് അടക്കമുള്ള 7 പ്രതികളെയും പ്രത്യേക എൻ.ഐ.എ കോടതി വെറുതെ വിട്ട വിധിയുണ്ടായത് ഇന്നലെയാണ്. രാജ്യത്തിൻ്റെ തലവര മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു സ്ഫോടന കേസാണ് ഇതോടെ ദുരൂഹമായി മാറുന്നത്. 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സ്ഫോടനം നടത്തിയത് ആരെന്ന ചോദ്യം മാത്രം ഇനി ബാക്കിയാകും. കൃത്യമായ തെളിവുകൾ ഹാജരാക്കാതിരിക്കുകയും പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്തത് അന്വേഷണ ഏജൻസിയായ എൻ.ഐ.എ തന്നെയാകുമ്പോൾ പ്രതികൾ എങ്ങനെ രക്ഷപ്പെടാതിരിക്കും? മലേഗാവ് സ്ഫോടനം മുതൽ 2002 ഗുജറാത്ത് വംശഹത്യക്ക് പിന്നാലെയുണ്ടായ സ്ഫോടനങ്ങൾ ഏറെയാണ്. അജ്മീർ ദർഗാ ഷെരീഫ് സ്ഫോടനവും മക്ക മസ്ജിദ് സ്ഫോടനവും സംജോത എക്സ്പ്രസ് സ്ഫോടനവും ഉൾപ്പെടെ രാജ്യം പലപ്പോഴായി പൊട്ടിത്തെറിച്ചു. 2003 മഹാരാഷ്ട്രയിലെ പർബാനി മസ്ജിദിലും 2004 ജൽന, പൂർണ്ണ മസ്ജിദുകളിലുണ്ടായ സ്ഫോടനങ്ങൾ പക്ഷേ രാജ്യം അത്ര ചർച്ച ചെയ്യപ്പെടാതെ ഒതുക്കി കളഞ്ഞു. പർബാനി ജില്ലയിലെ ജൽന നഗരത്തിലെ ഖാദിരിയ പള്ളിയിലും പൂർണ്ണയിലെ സിദ്ധാർത്ഥ് നഗറിലെ മെഹ്റാജുൽ ഉലും മദ്രസയിലും അനുബന്ധ പള്ളിയിലും ബോംബ് സ്ഫോടനമുണ്ടായത് 2004 ഓഗസ്റ്റ് 24 ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ജുമാ സമയത്താണ്.